സൗദി, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. നേരിട്ട് വിലക്കേർപ്പെടുത്തിയതിനാൽ തന്നെ മറ്റു രാജ്യങ്ങളിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് സൗദി, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് പ്രവാസികൾ എത്തിച്ചേരുന്നത്. UAEയും വിലക്ക് പ്രഖ്യാപിച്ചതോടെ ആകെ കുഴഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ. ഇപ്പോഴിതാ പ്രവാസികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നാട്ടിൽ കുടുങ്ങിയ നിരവധി സൗദി, ഒമാൻ, UAE പ്രവാസികളുടെ പ്രതീക്ഷ കൂടിയാകുകയാണ് ഇപ്പോൾ ഖത്തർ വഴിയുള്ള മടക്കയാത്ര. അങ്ങനെ വ്യാഴാഴ്ച ഖത്തറിലെത്തിയ മലയാളി യാത്രക്കാർ അവർക്ക് തുറന്നു നൽകുന്നത് പ്രതീക്ഷയുടെ വാതിലുകൾ തന്നെ. മലപ്പുറം കോട്ടപ്പുറം സ്വദേശി KK അബ്ദുൾ റസാഖും പാലക്കാട് എടത്തനാട്ടുകര സ്വദേശികളായ ഷറഫുദ്ദീനും ബഷീറുമാണ് വ്യാഴാഴ്ച രാവിലെയും വൈകുന്നേരവുമായി ദോഹയിൽ വിമാനത്തിൽ എത്തിച്ചേർന്നത്. സൗദിയിലെ ത്വായിഫിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ റസാഖ് രാവിലെ 6-ന് കോഴിക്കോട് നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിലും മറ്റ് രണ്ടുപേരും വൈകുന്നേരം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഇൻഡിഗോ എയർലൈൻസിലുമായിരുന്നു ഖത്തറിൽ എത്തിച്ചേർന്നത്. തങ്ങളുടെ യാത്രാനുഭവങ്ങൾ ഒരു പ്രമുഖ മാധ്യമവുമായി പങ്കുവയ്ക്കുകയാണ് ഇരുവരും. 2020 നവംബർ 1-നാണ് 6 മാസത്തെ അവധിക്കായി നാട്ടിലെത്തിയത്. ഇപ്പോൾ 9 മാസം കഴിഞ്ഞു നാട്ടിൽ കുടുങ്ങിയിട്ട്. ജൂലൈ 31-നുള്ളിൽ സൗദിയിൽ തിരിച്ചെത്തണമെന്നതിനാലാണ് ഖത്തർ ഓൺ അറൈവൽ യാത്ര ആരംഭിച്ചു എന്നറിഞ്ഞ ഉടൻ തന്നെ യാത്രയ്ക്കൊരുങ്ങിയത്. യാത്രാനുമതി പ്രാബല്യത്തിൽ വന്നു എന്നറിഞ്ഞതോടെ കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യക്ക് റിട്ടേൺ ഉൾപ്പെടെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് RT-PCR ടെസ്റ്റും എടുത്തു. ശേഷം ഇത്രാസ് വഴി ആവശ്യമായ രേഖകൾ സബ്മിറ്റ് ചെയ്ത് യാത്രാനുമതി സ്വന്തമാക്കി. കോവിഡ് പരിശോധനാ ഫലം, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയാണ് അപ്ലോഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ KK അബ്ദുൾ റസാഖ് പറയുന്നത് ഇപ്രകാരമാണ്: വിമാനത്താവളത്തിലെത്തിയിട്ടും എന്റെ ഇത്രാസ് അപേക്ഷയ്ക്ക് അനുമതി ലഭിക്കാതിരുന്നത് ആശങ്കയായി. നടപടിക്രമങ്ങൾ തുടരുന്നു എന്നായിരുന്നു സ്റ്റാറ്റസ്. എങ്കിലും യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ചു. തുടർന്ന് ഖത്തറിലെത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് പകരം കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ ഇത്രാസ് എൻട്രി പെർമിറ്റ് തയ്യാറായി. ശേഷം എമിഗ്രേഷൻ നടപടികളും RT-PCR ടെസ്റ്റും കഴിഞ്ഞ് എളുപ്പത്തിൽ തന്നെ പുറത്തിറങ്ങാനും കഴിഞ്ഞു. 14 ദിവസത്തിന് ശേഷം സൗദിയിലേക്ക് പോകാനാണ് പദ്ധതി. സ്വന്തം നിലയിൽ തന്നെ വിമാന ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും എടുത്തതിനാൽ വലിയ ചിലവുകളൊന്നുമില്ലാതെ തന്നെ ഖത്തറിലെത്താൻ കഴിഞ്ഞു. സൗദിയിലേക്ക് മടങ്ങാനായി ഖത്തറിലെത്തിയ അബ്ദുൾ റസാഖ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: യാത്രയ്ക്ക് മുമ്പായി 8 മണിക്കൂർ നേരത്തെ തന്നെ ഇത്രാസ് അനുമതി ലഭിച്ചിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഖത്തർ ID ചോദിച്ചെങ്കിലും ഓൺ അറൈവൽ വഴിയാണ് യാത്ര ചെയ്തതെന്ന് അവരെ ബോധ്യപ്പെടുത്തി. വ്യാഴാഴ്ച രാത്രി ഇൻഡിഗോ എയർലൈൻസിലെത്തിയ ഷറഫുദ്ദീനും ബഷീറും പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത്രാസ് അനുമതിയുടെ കോപ്പിയും അധികൃതർക്ക് കാണിച്ചു കൊടുത്തു. ഖത്തറിലെത്തിയപ്പോൾ കുറച്ച് വൈകിയെങ്കിലും പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചു. RT-PCR ടെസ്റ്റും എമിഗ്രേഷൻ കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. 14 ദിവസം പൂർത്തിയാക്കിയാൽ സൗദിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസികൾ. സൗദിയിലേക്ക് പോകാനായി വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ദോഹയിലെത്തിയ ഷറഫുദ്ദീനും ബഷീറും പറഞ്ഞത് പ്രകാരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.